അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതെ, ആസിഫ് സാറ് വിളിക്കുകയാണ് സീനത്തിൻ്റെ പിതാവിന്. പിതാവ് ഒരു നിമിഷം ഞെട്ടിപ്പോയി. റബ്ബേ, ഇക്ക നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്? അത് എന്താണ്? ഫോൺ എടുത്തോളി, നിങ്ങളുടെ ഫോണല്ലേ ബെല്ലടിക്കണത്. അതെടുക്കണ്ട. അതെന്താ ഇക്ക നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ഫോൺ എടുത്തോളി. ആരാ? അത് ആസിഫാണ്, ആസിഫ് സാർ. പഠിച്ചോനെ, എന്താ നമ്മൾ ചെയ്യുക? മോളോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. എന്നിട്ട് അതെ മോള് എന്താ ഇങ്ങനെ എനിക്കറിയുന്നില്ല. ഓളോട് ചോദിച്ചിട്ട് ഓൾ ഒരു ശരിക്കൊരു ഉത്തരമൊന്നും പറയണില്ല. ഓള് വേണ്ടാത്ത രീതിയിൽ ഓരോന്ന് പറയുകയാണ്. എന്താ റബ്ബേ ഓളെ മനസ്സിലിങ്ങനെ? പഠിച്ചോനെ നന്നായെന്ന് വിചാരിച്ചതായിരുന്നു. ഇപ്പം എന്തൊക്കെയോ ഓളെ മനസ്സൊക്കെ വന്നു കൂടിക്കണേ. നിങ്ങളൊന്നുകൂടി ചോദിച്ചു നോക്കി ഓളോട്. നീ ഒന്നുകൂടി ചോദിക്ക്, കാരണം ആസിഫ് വിളിക്കുന്നുണ്ട്. അവർ നിക്കാഹിൻ്റെ കാര്യം ഫിക്സ് ചെയ്യാൻ വിളിക്കുകയാണ്. എന്നാൽ ഈ സമയം അതാ ഉമ്മ തന്നെ അങ്ങോട്ടെത്തി. മോളെ മോളെ നിക്കാഹിൻ്റെ കാര്യം പറയുവാൻ വേണ്ടിയിട്ട് ആസിഫ് സാറ് വിളിക്കുന്നുണ്ട്. ഏത് ആസിഫ് സാറ്? ആരുടെ നിക്കാഹ്? എൻ്റെ നിക്കാഹ് എന്നേ കഴിഞ്ഞതാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്. ഇനി ആരുടെ നിക്കാഹ? ശരിക്കും തൻ്റെ മകളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ആ ഉമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എൻ്റെ റബ്ബേ, ഈ പെണ്ണിന് ഇതെന്താ പറ്റിയത്? എന്താ സീനത്തെ അൻ്റെത്, എൻ്റെ കഥ? അങ്ങനെയാണെങ്കിൽ കാണാൻ വന്നപ്പോൾ എനിക്ക് പറഞ്ഞുകൂടായിരുന്നോ വേണ്ടെന്നുള്ളത്? ഇപ്പം ഈ എന്ത് പണി കാണിക്കുന്നത്? ഞങ്ങളോട് വേണ്ടെന്നിട്ട് പറഞ്ഞോ? എൻ്റെ നിക്കാഹൊക്കെ കഴിഞ്ഞൊരു കുട്ടിയായതല്ലേ ഞാൻ. എനിക്ക് ഇനി നിക്കാഹാ എന്താന്നില്ലേ? കുട്ടീൻ്റെ ഉപ്പാനെ കണ്ടുപിടിക്കണം, കുട്ടീൻ്റെ ഉപ്പാൻ്റെ കൂടെ ജീവിക്കണം. അതാ ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ എൻ്റെ പൊന്നാര സീനത്തെ അവർ നല്ലൊരു ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ ചില വിധികളൊക്കെ ഉണ്ട്. മനസ്സിലായല്ലോ? നിനക്കറിയില്ല അതിനെക്കുറിച്ചൊക്കെ? എന്തായാലും വേണ്ടില്ല, എനിക്ക് ഷെഫി ഉസ്താദിനെ മാത്രം മതി. ഞാൻ മൂപ്പരെ കൂടെ ജീവിക്കുള്ളൂ. ഇനി മറ്റോള് മാത്രം സുഖിച്ച് ജീവിക്കാനിപ്പോൾ എന്താ? ഓൾഡ് മാത്രമാണോ? എൻ്റെ കുഞ്ഞിൻ്റെ പിതാവാണത്. അതുകൊണ്ട് എനിക്ക് ഷെഫി ഉസ്താദിൻ്റെ കൂടെ തന്നെ ജീവിക്കണം. എൻ്റെ പൊന്നാര പെണ്ണെ, നീയായിട്ട് ഉപേക്ഷിച്ച് പോയതാണ് അവനെ, അല്ലേ? നീ തന്നെയാണ് ഉപേക്ഷിച്ച് പോയത്. അതെനിക്ക് നന്നായിട്ടറിയാം. നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നടന്നു. അത് ആ പ്രായം ആ ഉമ്മയെപ്പോലും നീ നോക്കാതെ, മര്യാദയ്ക്ക് മെഡിസിൻ പോലും എടുത്തു കൊടുക്കാതെ അവരെ നീ ഉപദ്രവിച്ച്, അത്ര ഉപദ്രവിച്ചതൊന്നുമില്ല കേട്ടോ, വെറുതെ ഇല്ലാത്ത പറയണ്ട. അങ്ങനെയല്ല, മെഡിസിനൊന്നും കൊടുത്തില്ല, ഭക്ഷണം കൊടുത്തില്ല, അതന്നെ ഉപദ്രവമല്ലേ, പീഡിപ്പിക്കുന്ന പോലെ. നിങ്ങൾ വേണ്ടാത്തവരൊന്നും പറയാൻ നിൽക്കണ്ട. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ എന്തിനാടി ആ ഉമ്മയെ വിട്ട്? അത് മാത്രമല്ല, ആ ഉസ്താദിനെയൊക്കെ വിട്ട് നീ മറ്റൊരുത്തൻ്റെ കൂടെ പോയപ്പോൾ ആലോചിച്ചില്ലല്ലോ നിനക്ക്? എന്തായാലും വേണ്ടിയില്ല, ഷമീറായിട്ടുള്ള വിവാഹത്തിൽ എനിക്ക് സന്തോഷത്തോടു കൂടി നിൽക്കാനും തോന്നില്ല. എന്തപ്പോൾ അങ്ങനെ? അവനെനിക്ക് ഇഷ്ടമുള്ളവരൊപ്പമല്ലേ ജീവിക്കാം. ശരിക്കും അവളുടെ വാക്കുകൾ കേട്ട് ഉമ്മ വരെ ഞെട്ടിപ്പോയി. പൊന്നാരൻ്റെ സീനത്തെ, ഈ എൻ്റെ ജീവിതം നശിപ്പിക്കാനാണോ എൻ്റെ ഉദ്ദേശം? എല്ലാം ശരിയായി നല്ല മട്ടത്തിലായി. പാവ ഷെഫി ഉസ്താദ് നല്ലൊരു മനുഷ്യനെ പിടിച്ച് നിന്നെ ഏൽപ്പിച്ച് കൊടുക്കാൻ നിൽക്കണ്. അപ്പോഴാണോ നിൻ്റെ മാഞ്ഞാളം കൊഞ്ചൽ? ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കല്യാണം നടത്തണമെന്നിട്ട് എനിക്ക് എൻ്റെ കുട്ടീൻ്റെ ഉപ്പാൻ്റെ ഒപ്പം ജീവിക്കണം. അതെ, അതിന് ഞാൻ താല്പര്യപ്പെടുന്നത്. ഷെഫി ഉസ്താദിൻ്റെ കൂടെ വീണ്ടും ജീവിക്കണം എന്ന് തന്നെയാണ് അവൾ പറയുന്നത്. സീനത്തെ, ഈ മനുഷ്യന്മാരെ ചതിക്കരുത് കേട്ടോ. അനക്ക് ചതിയും വഞ്ചനും എൻ്റെ ജീവിതത്തിൽ ശീലമായതാണ്. അതെ, നല്ലൊരു ഉസ്താദിനെ പിടിച്ച് കെട്ടിച്ചപ്പോൾ ഈ എന്താ പറഞ്ഞത്? എനിക്ക് കറുപ്പ് ഡ്രസ്സ് ഇടാൻ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ് അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഒഴിവാക്കി. ഒടുവിലെല്ലാം ഒഴിവാക്കിയില്ല നീയായിട്ട് തെറ്റിൽ ചെന്ന് ചാടി. നിനക്ക് നല്ലോണം ഉപദ്രവമൊക്കെ ലഭിച്ചു. പക്ഷെ വീണ്ടും നല്ലൊരു ജീവിതം നമുക്ക് എല്ലാവരും കൂടി, ആ ഷമീർ എന്ന് പറഞ്ഞ അദ്ദേഹം നിനക്ക് കെട്ടിപ്പടുത്ത് തന്നപ്പോഴേ നീ വീണ്ടും അഹങ്കരിക്കുകയാണ് അല്ലേ? അഹങ്കരിക്കുമെന്നല്ല, എന്തിനിപ്പോൾ അതിൻ്റെ ആവശ്യം? പഠിച്ചോനെ മറന്ന് നീ കളിക്കരുത്. എന്നെ പരീക്ഷിച്ച് പഠിച്ചവനാണ്. ഇതിനേക്കാളും വലിയ പരീക്ഷണം നിനക്ക് വന്നാലുണ്ടല്ലോ, ഓർത്തോ ഞാൻ നല്ലോണം. ആ കുട്ടിനെ വിചാരിച്ചിട്ടെങ്കിൽ നല്ലൊരു ജീവിതത്തിൽ കിടക്ക്. കാലാകാലം ബാപ്പയും ഉമ്മയൊന്നും ഉണ്ടാവില്ല. എൻ്റെ ആങ്ങളുടെ കല്യാണം നോക്കണം ഇനി, അത് കഴിഞ്ഞിട്ട്. അപ്പം ഞാനൊരു അധികപ്പറ്റായിട്ട് ഇവിടെ നിൽക്കണല്ലേ? ഇന്നങ്ങോട്ട് ഒഴിവാക്കി വിട്ടിട്ട് ഓനെ കൊണ്ട് കെട്ടിക്കാനായിരിക്കും. എന്നാലല്ലേ മരുമകൾക്കും അമ്മായിമാർക്കും അമ്മോശങ്ങൾക്കൊക്കെ നല്ല മട്ടത്തിൽ ഇവിടെ ജീവിക്കാൻ കഴിയുക? പൊന്നാറിൻ്റെ പെണ്ണ്, അതൊന്നല്ല. ഒരു പെണ്ണിന് ഒരാളെ കൈകളിൽ പിടിച്ച് ഏൽപ്പിച്ചാലല്ലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. നല്ലൊരു മനുഷ്യനാണ്. അത് SI പോസ്റ്റിൽ നല്ല ദീനീയായ. എനിക്കിപ്പോൾ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. എന്നോട് എന്താ അയാൾ പറഞ്ഞത്?
എന്നോട് പറഞ്ഞു പർദ്ദട്ട് നടക്കണം, ഹിജാബിട്ട് നടക്കണം, അങ്ങനെ കുറച്ച് നിബന്ധനകൾ ഉണ്ട് എന്ന്. മൂപ്പര് എന്താ സ്ട്രോങ്ങിലും സ്ട്രിക്റ്റിലും പറഞ്ഞത്? ഞാനിപ്പോൾ ആരാ മൂപ്പര് അടിമേ? ശരിക്കും ഉമ്മ അത് കേട്ട് അത്ഭുതപ്പെട്ടു. വെറുതെ അല്ല എനിക്ക് അങ്ങനെ അഴിഞ്ഞാടി നടന്ന് ശീലയിക്കണം, എനിക്കെല്ലാം ശിക്ഷയും കിട്ടിയിരിക്കണം. പക്ഷേ ഈ വീണ്ടും ഇതിന് നിന്നാലേ പിന്നെ പഠിച്ചോനെ മറന്ന് കളിക്കരുത്, നല്ല ജീവിതമാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ ഈ സമയം ഉപ്പ അതെ എന്തായി, എന്താ അവൻ വിളിക്കുന്നുണ്ട്, എന്താ പറയേണ്ടത്? എന്താ റബ്ബേ മോളെ, എന്താ പറയേണ്ടിയൊന്ന് പറയ്. എൻ്റെ കല്യാണാലോചനയ്ക്ക് വേണ്ടി ഇത്രയും നല്ലൊരു കല്യാണം പോലും കഴിക്കാത്ത നല്ലൊരു മനുഷ്യനാണ് എൻ്റെ അടുത്തേക്ക് വരുന്നത്. അതെൻ്റെ ഒരു ഭാഗ്യമാണ്, നീ കൂട്ടണം. നിങ്ങളെ മട്ടം പോലെ എന്താ ചെയ്തോളൂ, എനിക്കിപ്പോൾ എന്താ. അങ്ങനെ പറയരുത്, നിനക്ക് ആ വീട്ടിൽ പോയിട്ട് നിൽക്കാനുള്ളതാണ്. പിന്നെ അതുമല്ല അവൻ്റെ കൂടെ ജീവിക്കുക എന്ന് വെച്ചാൽ നല്ല ജീവിതം നിനക്ക് കിട്ടും, എല്ലാം കൊണ്ടും നല്ലതാണ്. അവൾ മൗനം പാലിച്ചു. എന്നാൽ ഉപ്പ പറഞ്ഞു, മൗനത്തിനർത്ഥം സമ്മതം എന്നാണോ? സീനത്തെ ഈ ഒന്ന് ആലോചിച്ച് നോക്ക് മോളെ, നിൻ്റെത് കഴിഞ്ഞിട്ട് വേണം മോൻ്റെ നോക്കാൻ. അപ്പോൾ എല്ലാവർക്കും ഞാനൊരു ശല്യമാണ് ഇവിടെ അല്ലേ? ഞാനിപ്പോൾ ഇക്കോളെ ഇവിടെ ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണമൊന്നുമില്ല, എല്ലാവർക്കും ശല്യമായിട്ടൊന്നും ഞാൻ ഇവിടെ നിൽക്കണില്ല. മോളെ നിൻ്റെ മനസ്സൊന്ന് തുറന്ന് പറ മോളെ. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്, നല്ല ദീനിയായ ഒരു മനുഷ്യന് നിനക്ക് വേണ്ടി വിവാഹം അന്വേഷിക്കുകയാണ്. അപ്പം നീയായിട്ട് അത് തട്ടിത്തെറിപ്പിച്ച് കളയല്ലേ? നല്ലൊരു ജീവിതമാണ് മോളെ, നീ വെറുതെ എന്തിനാ മോളെ? ആ പിതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾ കുറേ കാര്യമൊന്നും വേണ്ട, കുറേ കരഞ്ഞ് കള്ളക്കണ്ണീരൊക്കെ ഒഴുക്കിയിരുന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞത് എന്നോട് ഈ വിവാഹത്തിന് തയ്യാറല്ല ഞാനെന്നുള്ളത്. പക്ഷെ നിങ്ങളിന് ഇഷ്ടമില്ലാതെ കെട്ടിച്ചു. ഇപ്പം എനിക്ക് ഒരു വാശിയുണ്ട്, മൂപ്പരെ കൂടെ തന്നെ ജീവിക്കണം എന്നുള്ളത്. ആരുടെ? ഷെഫി ഉസ്താദിൻ്റെ. അവർ നല്ലൊരു ജീവിതം നയിക്കല്ലേ ഇപ്പോൾ. ആ പെണ്ണാണെങ്കിൽ ഗർഭിണിയുമാണ്. ബത്തൂൽ എന്ന പേരുള്ള ആ പാവം പെൺകുട്ടി. എന്താ നിൻ്റെ പ്ലാന്? എനിക്ക് എൻ്റെ ഷെഫി ഉസ്താദിൻ്റെ കൂടെ തന്നെ ജീവിക്കണം, അല്ലാതെ വേറെ എനിക്ക് വേണ്ട. മൂപ്പരെ കുഞ്ഞിൻ്റെ അടുത്തല്ലേ, ഓലിങ്ങനെ സുഖമായി ജീവിക്കുക, ഞാൻ ഇവിടെ ഇങ്ങനെ ഇടങ്ങാറാകുക, നടക്കൂല. ജീവിക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെ കൂടെ തന്നെ ജീവിക്കണം. സീനത്തെ ഉപ്പ ഞെട്ടിച്ചിരിച്ചു. ഡീ അതേ, നീ എന്താ വിചാരിച്ചത് കല്യാണം കുട്ടിക്കളിയാന്നോ? ഇനി നിന്നെ മറ്റൊരാൾ കെട്ടി ഒഴിവാക്കിയിട്ട് വേണം ഷെഫി ഉസ്താദ് നിന്നെ കല്യാണം കഴിക്കാൻ. 3 തൊലാക്കും ചൊല്ലിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു നിയമങ്ങളുണ്ട്. ഇത് കുട്ടിക്കളിയല്ല. ഇഷ്ടമുള്ളപ്പോൾ ഒഴിവാക്കുക, ഇഷ്ടമുള്ളപ്പോൾ കല്യാണം കഴിക്കുക. അതുകൊണ്ട് തന്നെ ഇസ്ലാം അങ്ങനെ ഒരു തീരുമാനം അതിനു വേണ്ടി എടുത്തത്. കാരണം മറ്റൊന്നുമല്ല, ഇങ്ങനെ കുട്ടികളെ വെച്ചുകൊണ്ട് കുറേ ടീംസ് ഉണ്ടാവും നിന്നെ പോലത്തെ, അവരൊക്കെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് തോന്നുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോരുക, മറ്റുള്ളവരെ കൂടെ പോവുക. പിന്നെ നിനക്ക് തോന്നുമ്പോൾ വീണ്ടും അങ്ങോട്ട്. ഇതെന്താ? ഏയ് അത് നല്ല അന്തസ്സുള്ള മനുഷ്യനാണ്, നല്ല ഹയറായ നല്ല ഫ്രഷ് മനുഷ്യനാണ്, ഒരു തെറ്റും ചെയ്യാത്ത. ആ ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനെ വീണ്ടും നിന്നെ കൊണ്ട് കെട്ടിച്ച്, അയ്യേ നാണം. ആ ഷമീർ ആയതുകൊണ്ടാണ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതാ മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ വലിയ മനസ്സിൻ്റെ ഉടമയായതുകൊണ്ട്. അല്ലാതെ നിന്നെപ്പോലുള്ളവനൊക്കെ ഏറ്റെടുക്കാൻ ആരും തയ്യാറാവില്ല. ഉപ്പ അല്പം ദേഷ്യത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. അതും പറഞ്ഞ് ഉപ്പ തിരിച്ചു പോയി. എന്നാൽ സീനത്ത് പൊട്ടിക്കരഞ്ഞു. ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചാലോ, നിങ്ങൾക്കിപ്പോൾ എന്താ? നിങ്ങളത് എൻ്റെ കാര്യം നോക്കുന്നത്? ഞാൻ എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ വെച്ച് ജീവിക്കും. നിങ്ങൾ ആരും എന്നെ ഒന്നും ചെയ്യണ്ട, പറയണ്ട. അത് എൻ്റെ ഇഷ്ടമുണ്ട് എനിക്ക്. അതെന്നെ എടുത്തിട്ടേ ഈ ആദ്യം പറഞ്ഞിൻ്റെത്. ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. ഇപ്പം എന്തായി? അവനുമായി ഇങ്ങോട്ട് വന്നിട്ട് അവനിങ്ങോട്ട് എന്തായിരുന്നു ഓളത് എന്നോ? വീടിന് മുമ്പ് ഉമ്മാനും ഉപ്പാൻ്റെയൊക്കെ മുമ്പിൽ ഓള് ചെറിയൊരു ബ്ലൗസും ചെറിയൊരു സാരിയൊക്കെ എടുത്ത് മുടിയൊക്കെ കഴിച്ചിട്ട് കൂരിയൊക്കെ തൊട്ട് അന്ന് നിന്നെ അന്നത്തോടു കൂടി വെറുത്ത്. പഠിച്ചോനെ ഈ ഒരു മുഖഞ്ഞി കാണിക്കല്ലല്ലാന്ന്. പിന്നെ ഈ ഒന്നും കൂടി നിങ്ങൾ വെമ്പെളുക്കാൻ വേണ്ടി, ഞങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ മുമ്പക്ക് വന്നു. അപ്പോഴും എൻ്റെ മോൻ എന്നെ സമാധാനിപ്പിച്ചു. ഉമ്മ സാറില്ല ഉമ്മ, അങ്ങനെയൊക്കെ വിധിയല്ലേ, എന്താ ഉമ്മ സാറില്ല എന്ന് പറഞ്ഞിട്ട് ഓനാണ് പിന്നെയും സമാധാനിപ്പിച്ചത്. നല്ല മോനാണ് ഓന്. നിനക്കും എൻ്റെ 7 അയലത്തിൽ കൂടെ പോകാൻ പറ്റൂല, അത്രക്കും സ്വഭാവം മോശമാണ് നിൻ്റെത്. എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, എനിക്കാവൂല അതിനൊന്നും കൂട്ടുക്കാൻ. പിന്നെ ഷമീറിനേറ്റ് വിവാഹം കഴിപ്പിക്കണേ കുഴപ്പമില്ല, പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടം പോലെയൊക്കെ കാട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്നാൽ അത് കേട്ട് ഉമ്മ തകർന്നു പോയി. അതെ, ഇവളൊരിക്കലും നന്നാവൂല. നായൻ്റെ വാല് എത്ര നേരാക്കിയാലും നേരാവൂല തന്നെ, അതുപോലെ ഉണ്ട് ഇതിൻ്റെ സ്വഭാവം. ഉമ്മ അതും പറഞ്ഞ് സങ്കടത്തോടെ മുറ്റത്തേക്ക് ഇറങ്ങി. അതെ, തള്ള ശപിച്ചെടുക്ക പോണത്. പിന്നെ എനിക്ക് എൻ്റെ കുറച്ച് ജീവിത ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്, അതിലാരും ഇടപെടേണ്ട ആവശ്യമില്ല. ഈ കുട്ടിനെ തന്നെ ഞാനോട് വിൽക്കും, എന്താ? എന്നിട്ട് എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും. ഓലവിടെ സുഖമായി എങ്ങനെ ജീവിക്കാം.
എനിക്കൊരു കുട്ടീനെ തന്ന് അതിനെ പ്രസവിച്ച് ഞാൻ ഉണ്ടാക്കി ഇതാന്നില്ലേ. എന്നാൽ ആ ഉമ്മയും ഉപ്പയും ഒരുപാട് സങ്കടപ്പെട്ടു. എന്നാൽ ആസിഫ് സാർ വീണ്ടും വിളിക്കുകയാണ്. ഉപ്പ മനമില്ല മനസ്സോടുകൂടി ഫോൺ എടുത്തു. ഹലോ, ആ ഉപ്പ, അസ്സലാമു അലൈക്കും. ഒരുപാട് വിളിച്ചല്ലോ, എന്തായിരുന്നു, ഫോൺ അവിടെ അടുത്തുണ്ടായിരുന്നില്ലേ? ഞാൻ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ നിങ്ങൾ തോട്ടത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ. ആ, അത് ഞാൻ ഇപ്പോഴാണ്. ആ, ആയിക്കോട്ടെ, കുഴപ്പമില്ല. നമുക്കൊന്ന് സംസാരിക്കണമല്ലോ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആക്കണമല്ലോ. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിയട്ടെന്ന്, പെരുന്നാളും കഴിഞ്ഞ് നാർന്നോൽമ്പും കഴിയാനായി. ഇനിയിപ്പോൾ എന്നാ? ആ, ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. നമ്മൾ എവിടെ വെച്ചാ? ആ, അത് സഫീർ, ആസിഫേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം മോനെ. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ശരിക്കും ആസിഫ് ഒന്ന് ഞെട്ടി. എന്താ ഉപ്പ, എന്ത് സംഭവിച്ചത്? ഒന്നുമില്ല, ഒന്ന് സംസാരിക്കാൻ തന്നെ. നമുക്കിതിനെക്കുറിച്ചൊക്കെ, നിക്കാഹിൻ്റെ കാര്യത്തിനെ കുറിച്ചൊക്കെ. ആ, ആയിക്കോട്ടെ, പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ. പിന്നെ ആഷി അവർ പോകാൻ നിൽക്കുകയാണെന്നാണ് പറഞ്ഞത്. അവർ ഈ നിക്കാഹിന് വേണ്ടി നീട്ടിയിട്ടതാണ്. അവരുടെ നോമ്പിൻ്റെ ഇതൊക്കെ അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ശരിയാക്കിയാൽ അവർക്ക് നിക്കാഹും കഴിഞ്ഞാൽ പോവാലോ. എന്നാൽ ഷെഫി ഉസ്താദിന് ഒരു സന്തോഷം സമാധാനമാവും. എന്തൊക്കെ തന്നെയാലും അവൾക്ക് ജീവിതം ഒന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് പോകാമെന്നാണ് മൂപ്പര് ഉദ്ദേശിക്കുന്നത്. ഒരാളും ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇടപെടാറില്ല. കാരണം മറ്റൊന്നുമല്ല, എല്ലാവർക്കും ഇഷ്ടം എന്താ, എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെയൊക്കെ ഭാര്യമാർ ചാടിപ്പോയി കഴിഞ്ഞാൽ അവൾ നരകിക്കട്ടെ, അവൾക്ക് അങ്ങനത്തെ ഒരു ചിന്ത, അങ്ങനത്തെ ഒരു മനസ്സായിരിക്കും എല്ലാവരുടെയും. പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ ആ സന്മനസ് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു വിവാഹത്തിന് വേണ്ടി മുൻകൈ എടുക്കുന്നതും. അവൾക്ക് ഒരു ഭാവി ജീവിതം ഉണ്ടാകട്ടെ, എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അവൾ പോയത്, ഇനി അവൾക്ക് ഇഷ്ടമുള്ള കൂടെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം എല്ലാം ഒരുക്കി തരുന്നതും. അപ്പം നമ്മൾ അവരെ കാര്യം കൂടി പരിഗണിക്കല്ലേ. പിന്നെയെന്ന് വെച്ചാൽ അവിടുത്തെ അറബി ഫാമിലിയും, അതായത് ആ പെൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയൊക്കെ മോളെ ഒരു മാസത്തോളം കാണാനില്ലായിട്ട് അവർ സങ്കടപ്പെടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത്. പിന്നെ സെയ്ഫ് അറബിയും അവരെല്ലാവരും കൂടി സെയ്ത്തൂൻ ബീവിയും അവരും പോകുകയാണ് എന്നൊക്കെ പറഞ്ഞു. അവരിപ്പോൾ ഇവിടെ ഒരു മാസത്തോളം കേരളത്തിലൊക്കെ നിന്ന് വളരെയധികം സന്തോഷമായി, നല്ല ഫ്ലാറ്റും കാര്യത്തിലൊക്കെ ആയിരുന്നു ജീവിതം. അപ്പോൾ പിന്നെ അവരും പോവുകയാണ്, ഷെഫി ഉസ്താദും അവരും കൂടെ പോവുകയാണ്. ഒരുമിച്ച് വന്നതല്ലേ, അങ്ങനെ പോവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു നിക്കാഹ് പെട്ടെന്ന് അങ്ങോട്ട് ആക്കി കൊടുത്താൽ അതായിരിക്കും നല്ലത്. ആസിഫ് സാറ് വാതോരാതെ സംസാരിച്ച്. ഇൻഷാല്ലാ അപ്പോൾ നമുക്കൊന്ന് കാണണം, ഈവനിങ്ങിൽ നിന്ന് കാണട്ടോ. ആ, ആയിക്കോട്ടെ. അങ്ങനെ ഫോൺ കട്ട് ചെയ്തു. അതേ, സീനത്തിൻ്റെ ഉപ്പാക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. റബ്ബേ അല്ല, ഞാൻ എന്താ റബ്ബേ പറയാ, എൻ്റെ മോള് കാട്ടിക്കൂട്ടുന്ന ഒരു കാര്യങ്ങൾ. ആ ഉപ്പ വിതുമ്പുകയായിരുന്നു. പഠിച്ചോനെ, മക്കളെ തരണം റബ്ബേ, പക്ഷേ സോലിഹായ മക്കളെ തന്നില്ലെങ്കിലും ബുദ്ധിമുട്ടാണല്ല. ഇങ്ങനെ സമയത്തിന് മനസ്സ് മാറുന്നേറ്റങ്ങളെ റബ്ബെ എങ്ങനെ വിശ്വസിച്ച് ഏൽപ്പിക്കും? എന്തെങ്കിലും അവിടുന്ന് കുരുത്തക്കേട് കാട്ടിക്കൂട്ടിയാൽ അതുമായി. എൻ്റെ റബ്ബെ, വല്ലാത്തൊരു സംഭവം തന്നെയാണിത്. പറയാൻ പറ്റൂലേ, ഒരു ഫോണ് കിട്ടിയാൽ വിളിച്ചാലും ഇതിനൊക്കെ ആൾക്കാരുണ്ടാവും. ഓനവിടെ ലോക്കപ്പിലോ ജയിലിലൊക്കെ രാജേഷായിരിക്കും. പക്ഷേ ഈ പെൺകുട്ടികളെ മനസ്സ് എപ്പോഴും മാറി പറയാൻ പറ്റൂല. റബ്ബേ, ഇനി നാണക്കേടിലാക്കല്ലേ, ഒരു പ്രാവശ്യം നാണക്കേടിലാക്കി, ഇനി നാണം കെടുത്തല്ല, ഇനിയും നാണം കെടുത്തല്ലേ. എൻ്റെ മകളുടെ സ്വഭാവം അത്രക്കും നന്നാക്കല്ല, നീ മോശമാണ്, നീ നന്നാക്കി കൊടുക്ക്. ആ പിതാവ് ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഷമീർ ഇതൊന്നും അറിയുന്നില്ല. അവൻ വീട്ടിൽ ഉമ്മയോടൊപ്പം, ഉമ്മ പൊന്നാര മോനെ, ഉമ്മാൻ്റെ കുട്ടിയെ, ഇനിയിപ്പോൾ അധികം ദിവസമൊന്നും ഇല്ലല്ലോ, വേഗം അങ്ങോട്ട് ഇതാക്കട്ടോ. അല്ല മോനെ, ഞാൻ ഉമ്മാൻ്റെ കുട്ടിയോടൊരു കാര്യം പറയട്ടെ. എന്തി ഉമ്മ? അത് ഈ വീട്ടിലേക്ക് ഓൾക്കും കുട്ടിക്കും വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഉമ്മാൻ്റെ കുട്ടിയുടെ ഇഷ്ടത്തിന് ഉമ്മാൻ്റെ കുട്ടി ഒരു ഫ്ലാറ്റിൽ താമസിപ്പിച്ചോളി കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് കിടക്കൊക്കെ വരണം. ഉമ്മ അവിടെ നിന്നോളാം. ഈ ഒരു ചെറിയ വീട്ടിൽ, ഈ ഒരു പാടത്തിൻ്റെ നടുവിലായിട്ട്, വയലിൻ്റെ നടുവിലായിട്ട് ഒരു തണുപ്പത്തെ കാറ്റിൽ ഉമ്മ ഈ ചെറിയ കുഞ്ഞടുപ്പും കത്തിച്ച് ഇവിടെ ഇരുന്നോളാം. എൻ്റെ അഭിപ്രായത്തിൽ മോളെ ഒരു ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയിക്കോ, ഒരു വില്ലെടുത്തോ, അതായിരിക്കും. ശരിക്കും അത് കേട്ട് ഷമീറിൻ്റെ മനസ്സൊന്ന് കാളിപ്പോയി. ഉമ്മ, നിങ്ങൾ എന്താ പറയുന്നത്? അതെ മോനെ, ഉമ്മ ഇവിടെ ഈ വിറകടുപ്പും കത്തിച്ച് നിന്നോളെ. ചിലവൾക്ക് ഇപ്പോഴത്തെ കുട്ടിയാക്കാവൊന്നും പറ്റൂലല്ലോ. ഓൾക്ക് നല്ല ലക്ഷറി ലൈഫൊക്കെ ആയിരിക്കും ഇഷ്ടം. അവർക്ക് ചെറിയ വീടും ഇതൊന്നും ഇഷ്ടമുണ്ടാവില്ല. അത് മാത്രമല്ല, അവർക്ക് അവരുടെ സൗകര്യങ്ങളും സുഖങ്ങളൊക്കെ ഉള്ളതൊക്കെ ആയിരിക്കും ഇഷ്ടം. ഇവിടെ ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അകത്തൊരു ബാത്റൂം വരെ ഇല്ല. ഉമ്മ, അകത്ത് ബാത്റൂമാണ് പ്രശ്നം, അതൊക്കെ വൃത്തി കുറവാണ്.
അതൊക്കെ പുറത്ത് തന്നെയാണ് ഏറ്റവും നല്ലത്. മോനെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ വീട്ടിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഉമ്മ അതൊക്കെ എങ്ങനെ വെച്ചാൽ സെറ്റാക്കാം, അതിനൊന്നും പണിയില്ലല്ലോ. അല്ല മോനെ, പിന്നെ നമ്മളിവിടെ ഇരുന്നുള്ള അടുപ്പും വിറകടുപ്പും കാര്യങ്ങളും മൺചട്ടിയും മൺകലും ആടും ആട്ടിൻകുട്ടികളും പാലും അതൊന്നും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പറ്റൂല. അവർ മണക്കുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതും വലിയ ഇതാവും. പിന്നെ അത് മാത്രമല്ല, ആടിന് പുല്ലരിഞ്ഞിട്ട് കൊടുക്കാനുള്ള അപ്പുറത്തുള്ള ആടിൻ്റെ കുട്ടികളുടെ കരച്ചിലും എല്ലാം കൂടി ഓൽക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. ഓല് ഫോണും ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴേ ഈ ആടുകളെ കരച്ചിലും ഒച്ചപ്പാടൊക്കെ കേൾക്കുമ്പോഴേ കോഴിക്കൾ ഒച്ചപ്പാട് കേൾക്കുമ്പോൾ ഓൽക്കൊരു ശല്യമായിരിക്കും അത്. അപ്പം ഉമ്മാൻ്റെ കുട്ടി ഓൾ ഫ്ലാറ്റിൽ താമസിപ്പിച്ചോളി. തൻ്റെ ഉമ്മാൻ്റെ ആ വാക്കുകൾ കേട്ട് ഷമീർ ഒന്ന് വിതുമ്പിപ്പോയി. റബ്ബേ, എൻ്റെ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടം ഇതാണ്. എനിക്കിപ്പോൾ സാലറി ഉണ്ട്, എനിക്ക് എവിടെ വേണമെങ്കിലും താമസിക്കാം, നോ പ്രോബ്ലം, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ എൻ്റെ ഉമ്മയെ വിട്ട് മറ്റൊരു ഫ്ലാറ്റിലേക്ക് പോയി കിടന്നാൽ എനിക്കിങ്ങനെ ഉറക്ക് വരുമോ? ഞാൻ ഈ വെറും പായലാണ് ഇവിടെ കിടക്കാറുള്ളത്. അതെ, ഈ ഒരു തറയിൽ കിടക്കുമ്പോഴേ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെ. അതും ആ ജനാലക്കുള്ളിലൂടെ ആ തണുത്ത കാറ്റ്, ആ വയലിലെ കാറ്റുകൾ വന്ന് എന്നെ തലോടുമ്പോൾ അറിയാതെ ഞാനങ്ങ് മയങ്ങിപ്പോകും. ഈ ഒരു സുഖവും സന്തോഷവും ആ എ സി റൂമിൽ കിടന്നാൽ കിട്ടുമോ? ഏയ്, ഒരിക്കലുമില്ല. സത്യം പറഞ്ഞ ഷമീറിന് അത് വല്ലാത്തൊരു മിസ്സിങ് ആയി തോന്നി. മോനെ, ഉമ്മാൻ്റെ കുട്ടി ഒന്നും വിചാരിച്ചിട്ടല്ല, ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ ഒന്നും പറ്റൂലേ. അപ്പോൾ സീനത്തിന് ഞങ്ങൾ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ഉമ്മാൻ്റെ കുട്ടി ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് താമസിപ്പിച്ചോളൂ കേട്ടോ. ഉമ്മാനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണാൻ വന്നാൽ മതി. ഉമ്മ എപ്പോഴും ദുആ ചെയ്യും കേട്ടോ. ഉമ്മയുടെ മനസ്സിലും തോന്നി തുടങ്ങിയിരുന്ന പഠിച്ചോനെ ഈ ഒരു കൊച്ചു കുടിലിലേക്ക് ആര് വരാനാ, ഏത് പെൺകുട്ടി നിൽക്കാനാ? അതുകൊണ്ട് തന്നെ ഉമ്മ മുൻകൂട്ടി അത് പറയുകയായിരുന്നു, അവളെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയിക്കോ, അവിടെ അവളെ താമസിപ്പിച്ചോ എന്നുള്ളത്. എന്നാൽ ഷമീറിൻ്റെ മനസ്സിൽ അത് അത്യധികം വേദന ഉളവാക്കിയിരുന്നു. റബ്ബേ, പഠിച്ചോൻ എന്നെ പെറ്റുപോറ്റുണ്ടാക്കിയ എൻ്റെ ഉമ്മാക്ക് ഇഷ്ടപ്പെട്ട വീട്, അതിൽ നിന്ന് ഞാനങ്ങ് ഒഴിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞാൽ റബ്ബേ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. എങ്കിലും അവൻ നിക്കാഹിനെ കുറിച്ചുള്ള മധുര സ്വപ്നങ്ങളിലേക്ക് കടന്നു. സീനത്തെ, നീ ഇൻഷാ അല്ലാ നിനക്കിതുവരെ എത്രയൊക്കെ തന്നെ ഉപദ്രവങ്ങൾ ആരുടെ കയ്യിൽ നിന്ന് നേരിട്ടിട്ടുണ്ടെങ്കിലും ഇനി ഒരിക്കൽ പോലും ഒരു കുട്ടി നിനക്കെതിരെ ചെറുവരിൽ അനക്കാൻ ഞാൻ സമ്മതിക്കില്ല പെണ്ണേ. ഞാനുണ്ടായിരിക്കും എപ്പോഴും നിനക്ക് കാവലായിട്ട്. അതുകൊണ്ട് തന്നെ സീനത്തെ, നീ സീനത്ത് പോലെ മനോഹരമായിരിക്കണം. അതെ, എപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി എന്തും ചെയ്തു തരും. പക്ഷേ ഒരിക്കലും നീ നെറുകേട് കാണിക്കരുത്. അതാ എനിക്ക് പറയാനുള്ളത്. എനിക്ക് എന്തും ഞാൻ തരും സത്യമായിട്ടും. പക്ഷേ ചതിക്കരുത്, വഞ്ചിക്കരുത്. അത് ഷമീറിന് ഇഷ്ടമല്ല. അത് ഷമീറിന് ഒരിക്കൽ പോലും ജീവിതത്തിൽ ഇഷ്ടമില്ലാത്ത സംഭവമാണ്. നിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചതി പറ്റിപ്പോയി, ശരിയാണ്. ഇനി ഒരിക്കലും അതിലേക്ക് നീ മടങ്ങരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. മനസ്സിലായോ സീനത്ത്? അവൻ വെറുതെ അത് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ ഈ സമയം DGPയുടെ വീട്ടിൽ മധുരമായ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് DGPയുടെ മകൾ ആയിഷ. മോളെ, ആ ഉമ്മ. അവൾ അന്നും തഹജ്ജുദ് നമസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് ഒരുപാട് ഖുർആൻ ഓതി. ശരിക്കും അവൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് ആ ഉമ്മയും ഉപ്പയും ശ്രദ്ധിച്ച് കേൾക്കും. എത്ര മനോഹരമാണല്ലേ നമ്മുടെ മോള്. അതെ, അവൾക്ക് അതിനൊരു ആഗ്രഹമാണ് ഖുർആൻ പഠിപ്പിക്കുവാനും. അതൊക്കെ അവൾക്ക് അല്ലാതെ പൊതുരംഗത്തേക്ക് ഇറങ്ങാനൊന്നും മോൾക്ക് വലിയ താല്പര്യമില്ല. പക്ഷേ ഉപ്പാക്ക് ഇഷ്ടം മക്കൾ പഠിച്ചെന്തെങ്കിലുമൊക്കെ ആവണമെന്നാണ്. എടി, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ മക്കളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിലല്ലേ അവർക്ക് അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാവുകയുള്ളൂ. ഭർത്താക്കന്മാരെയോ അല്ലെങ്കിലും ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. സ്വന്തമായിട്ട് ഒരു അധ്വാനിച്ച് അവർ പണം അവരുടെ കയ്യിലുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് പേടിക്കാനില്ല. മറ്റത് ഇട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുമ്പോഴും ആരെങ്കിലും ഉപേക്ഷിക്കുമ്പോഴൊക്കെ അത് വലിയൊരു ടെൻഷനായിരിക്കും, അത് വലിയൊരു പ്രശ്നമായിരിക്കും. അപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ എൻ്റെ ഇക്ക ഓളുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ നടക്കട്ടെ. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട ഷമീറിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളിലായിരുന്നു അവൾ. പഠിച്ചോനെ, ഇൻഷാ അല്ലാ എനിക്കെൻ്റെ ജീവിതത്തിൽ എൻ്റെ വിവാഹകാര്യത്തെക്കുറിച്ച് ഉപ്പ സംസാരിക്കുമ്പോൾ ഈ ഒരു കാര്യം എന്തായിട്ടും പറയണം. കാരണം ഷമീർ അത് ഞാൻ ആഗ്രഹിച്ചൊരു പുരുഷൻ, അതേ ഉള്ളൂ. അത്രക്കും ദീനിയായ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഉഷാറുള്ള ഒരു മനുഷ്യൻ. റബ്ബേ,
എനിക്ക് നീ ഇണയാക്കി തരണേ അല്ല. ഒരിക്കൽ പോലും അതാ ഷമീറിൻ്റെ വിവാഹം നിശ്ചയിച്ച കാര്യമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മറ്റൊരു പെണ്ണിനോട് ഇഷ്ടമുള്ള കാര്യമോ ഒന്നും തന്നെ നമ്മുടെ ആയിഷക്ക് അറിയില്ലായിരുന്നു. അവൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിലെ ആഗ്രഹങ്ങളെല്ലാം പടച്ച റബ്ബിലേക്ക് അർപ്പിച്ചുകൊണ്ടിരുന്നു. അതെ, അവൾക്കറിയായിരുന്നു ലൈലത്തുൽ ഖദറിൻ്റെ ദിവസം നാം പടച്ച റബ്ബിനോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. റബ്ബേ, നീ എന്നെ അതിൽ ഉൾപ്പെടുത്തുമോ? അവളുടെ മനസ്സ് എപ്പോഴും മന്ത്രിക്കുമായിരുന്നു. എന്തൊക്കെ തന്നെയായാലും എന്തായിരിക്കും നമ്മുടെ ഷമീറിൻ്റെ ജീവിതം? അതെ, അതിലേക്ക് സീനത്ത് വരുമോ അതോ ആയിഷ വരുമോ? സീനത്ത് അതിന് സമ്മതിക്കുമോ? സമ്മതിച്ചാൽ തന്നെ അവൾ ഷമീറിന് ഇഷ്ടപ്രകാരം നിൽക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.